തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല പറയുന്ന ഒരു ഹദീസ്, ഖുദ്സിയായ ഹദീസ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം, എന്റെ ജലാലിനെ തന്നെയാണ് സത്യം. അല്ലാഹു പറയുന്നു, മാ മിൻ അബ്ദിൻ ആസറ ഹവായ അലാ ഹവാ, ഏതൊരു മനുഷ്യനും അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം എന്റെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാ അഖലൽതുഹു ഹുമൂമഹു, അവരുടെ ടെൻഷനുകൾ ഞാൻ ഇല്ലാതെയാക്കും. ടെൻഷൻ ഞാൻ ഇല്ലാതെയാക്കും. അഖലൽതുഹു ഹുമൂമഹു വജമഅതു ലഹു ളയഅതഹു, ചിന്ന ഭിന്നമായി കിടക്കുന്ന അവന്റെ പ്രശ്നങ്ങളെ ഞാൻ അവന് പരിഹരിച്ചു കൊടുക്കും. വനസഅതുൽ ഫഖറ മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന് ദാരിദ്ര്യം ഞാൻ എടുത്തു കളയും. ഖൽബിൽ നിന്ന് എടുത്തു കളയും. കാരണം ദാരിദ്ര്യം കിടക്കുന്ന ഖൽബിലാണെന്നാണ്. ഒരുപാട് പൈസയുള്ള മുതലാളിയാണ്, ആൾക്ക് കിട്ടിയിട്ടും മതിയായിട്ടില്ല. അങ്ങനെ അതിന്റെ അർത്ഥം അയാൾ ദരിദ്രനാണെന്നാണ്. കാരണം നമ്മൾ ബിസിനസ് ടേമിൽ അല്ലെ എക്കണോമിക്സ് പഠിക്കുന്ന മക്കൾക്കറിയാം എന്താണ് പോവർട്ടി എന്ന് പറയുന്നത്. പോവർട്ടി എന്ന് പറയുന്ന ഡിമാൻഡാണ്. നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നതാണ് ദാരിദ്ര്യം. എനിക്ക് വേണം എന്നതാണ് ദാരിദ്ര്യം. അപ്പൊ വലിയ മുതലാളിയാണ്, പൈസ ഉണ്ടോ, അയാൾക്ക് ഇനിയും മതിയായിട്ടില്ലെങ്കിൽ അയാൾ ദരിദ്രനാണ്. ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു ഖനാഅത്ത് എന്നൊരു സ്വഭാവമുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും പൈസ വരിക്കാനോ ഗൾഫാർമാനോ വരുന്ന പറ്റൂലല്ലോ. അല്ലാഹു തആല എനിക്ക് എത്ര തന്നു, അൽഹംദുലില്ലാഹ്, ഞാനത് തൃപ്തിപ്പെട്ടു. ഉദാഹരണം പറയാം, എത്രയാ അല്ലാഹു മാ ഖസമല്ലാഹു ലി, അല്ലാഹു എനിക്ക് എത്ര വീതിച്ചു തന്നുവോ ഞാനതിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ സമ്പാദ്യമാണ്. അതാണിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്നാസറ ഹവായ അലാ ഹവാ, സ്വന്തം ശരീരത്തിന്റെ എത്രയോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കെ എന്റെ ഇഷ്ടമാണ് അവൻ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ ഇല്ലാ ഖലൽതുഹു ഹുമൂമഹു, അവന്റെ ടെൻഷനുകൾ ഞാൻ ഇല്ലാതെയാക്കുകയും വജമഅതു ലഹു ളയഅതഹു, അവന്റെ ചിന്ന ഭിന്നമായി കിടക്കുന്ന പ്രശ്നങ്ങളെ ഞാൻ പരിഹരിച്ചു കൊടുക്കുകയും വനസഅതുൽ ഫഖറ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് ദാരിദ്ര്യം ഞാൻ എടുത്തു കളയുകയും ചെയ്യും. വജഅൽതുൽ ഗിനാ ബൈന ഐനൈഹി, അവന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ ഐശ്വര്യം കൊടുക്കുകയും ചെയ്യും. എല്ലാ വിഷയങ്ങളിലും ഇയാൾക്ക് ലാഭം കിട്ടുന്ന വിധത്തിൽ അള്ളാഹു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എപ്പോ നമ്മുടെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടവും രണ്ടാണ്. രാവിലെ എങ്ങനെ വാഹനം ഓടിച്ചു പോവാണെങ്കിൽ ജോലിക്ക് പോവാണ്, നല്ല മാപ്പിളപ്പാട്ടൊക്കെ വരുന്ന റേഡിയോ ചാനലുണ്ട്, ഞാൻ അതെടുക്കണോ? അല്ല, അള്ളാഹുവിന്റെ കലാമും ഖുർആനും കേൾക്കാൻ അവസരം ഉണ്ടായിരിക്കെ ഞാൻ എന്തിനാ, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടം നടക്കട്ടെ. വലിയ പാട്ടിന്റെ അഡിക്റ്റാന്ന് വിചാരിക്കുക. അപ്പൊ അവർക്കൊന്നും ഖുർആൻ തിരിച്ചാലൊന്നും രസം കിട്ടൂല. എന്നാലും കിടക്കട്ടെ അള്ളാഹ്ക്ക് വേണ്ടി. ഇനി നമുക്ക് തൊടില്ല, വണ്ടി അങ്ങനെ ഓടിക്കാൻ. എന്റെ ഇഷ്ടം പാട്ടും മ്യൂസിക്കാണ്, പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുത്തു. ഒരു ഉദാഹരണം പറയാം. അങ്ങനെയാണ്. നമുക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടം അപ്പോഴെഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്, മേറാജൊക്കെ ആകുമ്പോ സുന്നത്തായിട്ട് നോമ്പെടുക്കൽ പുണ്യമുള്ളതാണ് നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ നോക്കണം. അപ്പൊ നമ്മുടെ കഫ്തീരി റെസ്റ്റോറന്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മസ്കത്തില്. അങ്ങനെ കാണുമ്പോ വലിയ ആഗ്രഹം തോന്നുന്നുണ്ട്, പടച്ചോനെ നിന്റെ ഇഷ്ടം, നിനക്ക് ഇബാദത്ത് ചെയ്യലല്ലേ, ഞാൻ എന്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. അതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തെക്കാളും മുൻഗണന കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നാൽ ടെൻഷൻ ഉണ്ടാവില്ല. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അവരും കൂട്ടുകാരും ഫലസ്തീനിൽ നിന്ന് അലക്സാൻഡ്രിയയിലേക്ക് വരുന്ന സമയത്ത് ജോർഡാൻ നദി മുറിച്ചു കടന്നൊരു രംഗമുണ്ട്. അവിടെ മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ നദിയുടെ അവരെ ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം തിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുകൊടുത്തപ്പോ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പോയി കുടിച്ചോളാന്ന് പറഞ്ഞു. ജോർഡാൻ നദിയിലേക്ക് ഇറങ്ങി. ജോർഡാൻ നദി ഇസ്രായേലിന്റെ അതിർത്തിയായി കിടക്കുന്ന നദിയാണത്. അവിടെ ചെന്നിട്ട് 3 കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിച്ചു. റാഹത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് കൂട്ടുകാരോട് പറയാ, വല്ലാഹി ലൗ അലിമൽ മുലൂകു മാ നഹ്നു ഫീ ലഹാറബൂനാ ബിസ്സുയൂഫ്.
കൂടെയുള്ള തസൂഫിന്റെ ആലിമീങ്ങളോട് കൂടെയുള്ള ശിഷ്യന്മാരോട് പറയാ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇവിടുത്തെ രാജാക്കന്മാരെങ്ങാനും നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ സുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ വാളെടുത്തവര് നമ്മളോട് യുദ്ധം ചെയ്തേനെ, നമ്മുടെ സുഖം അവരറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ചോദിച്ചു, അല്ല ശൈഖ് അവറുകളെ, എന്ത് സുഖമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ ഉണക്കറൊട്ടി തിന്നതോ? പറഞ്ഞു, അല്ല, മഅരിഫത്തുല്ലാഹ്, നമുക്ക് അള്ളാഹുവിനെ അറിയാൻ പറ്റിയില്ലേ, അതിൽ നമ്മുടെ മനസ്സിന് തോന്നുന്ന ഈ ഒരു രസം, ഇതൊന്നും മുതലാളിമാർക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മളാണ് ഇവിടുത്തെ വലിയ മുതലാളിമാർ. അള്ളാഹുവിനെ അറിയാൻ പറ്റിയില്ലേ നമ്മുടെ കൽബ് കൊണ്ട്? ഇതിന്റെ ഒരു രസം എത്രയാണ്, ഇതൊന്നും അവർക്ക് അറിഞ്ഞില്ലല്ലോ. ചില റിവായത്തിൽ വാളെടുത്തവരെ നമ്മളോടൊക്കെ യുദ്ധം ചെയ്തതിനെ അസൂയ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന രസം എത്രയാണ് പറഞ്ഞാൽ, അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു തആല ടെൻഷൻ ഇല്ലാതെയാക്കുന്ന. പിന്നെന്താ വിഷയം? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉറച്ച ഖൽബ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.